ചിറ്റൂർ നഗരസഭാ അധ്യക്ഷൻ ടെലിഫോൺ ലൈനിലുണ്ട്. സർ, സുമേഷ് അച്യുതൻ. സുമേഷ് കേൾക്കാമല്ലോ അല്ലേ? എന്താണ് സുമേഷ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം? നമ്മള് ഇന്നലെ പോലീസ് ഡിപ്പാർട്ട്മെന്റും ഫയർ ആൻഡ് റെസ്ക്യൂവും വീട്ടിന് തൊട്ടടുത്തുള്ള 2 കുളങ്ങൾ ഇന്നലെ പരിശോധിച്ചിരുന്നു. ഇന്ന് രാവിലെയും പരിശോധന അവിടെയാണ്. പക്ഷെ ഇത് വീടിന് ഒരു അല്പം അകലെയായിട്ട്, ഒരു 300 മീറ്റർ അകലെയായിട്ടുള്ള മറ്റൊരു കുളമാണ്. ആ കുളത്തിലാണ് ഇപ്പോൾ മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. ആ കുളത്തിന്റെ ഒരു ഘടന ഒരു റോഡും റോഡിന്റെ സൈഡിലൊരു കനാലിനപ്പുറമാണ് കുളം. അപ്പൊ ഈ കുളത്തിൽ നടന്നു പോകുമ്പോൾ അപകടത്തിൽപ്പെടാൻ ഒരു സാധ്യതയില്ലാത്തൊരു കുളമാണ്. അപ്പോൾ കുട്ടിയെ കുളത്തിലേക്കായിട്ട് സ്വമേധയാ ഇറങ്ങണം, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോയി ഇറക്കുക തന്നെ വേണം. അല്ലാതെ നടന്നു പോകുമ്പോൾ അപകടത്തിൽപ്പെട്ടു എന്ന് പറയാൻ പറ്റുന്ന രീതിയിലല്ല അതിന്റെ ഭൂമിശാസ്ത്രപരമായ ഘടന കിടക്കുന്നത്. അപ്പൊ അതൊന്ന് വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ദുരൂഹതകൾ സംശയിക്കുന്നുണ്ടോ സുമേഷ്? അത് കാരണം ആ കുട്ടി വീട്ടിൽ നിന്ന് അധിക ദൂരം അങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു കുട്ടിയല്ല എന്നാണ് കിട്ടിയ വിവരം. അപ്പോ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഒരു 300 മീറ്റർ അപ്പുറമുള്ള ഒരു കുളത്തിൽ ഈ റോഡിന് ഒരു കനാലും കടന്ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ കുട്ടി സ്വമേധയാൽ പോകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വളരെ ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടിയും കൂടെ ആയതുകൊണ്ട് സ്വമേധയാ അങ്ങോട്ടേക്ക് കയറി പോകാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് ദുരൂഹതകൾ നമ്മൾ പരിശോധിക്കണം. പോലീസ് ഡിപ്പാർട്ട്മെന്റ് വിശദമായ ഒരു അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാവണം. ഇപ്പോ എന്താണ് ഇനി ഇപ്പോൾ നടപടിക്രമങ്ങളൊക്കെ? പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പോലീസ് സർജന്റെ മേൽനോട്ടത്തിലായിരിക്കും നടക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരി, സുമേഷ് അച്യുതൻ, ചിറ്റൂർ നഗരസഭാ ചെയർമാൻ ആണിപ്പോൾ സംസാരിച്ചത്. ചെറിയ ദുരൂഹതകൾ സംശയിക്കുന്നു എന്നാണ്. കാരണം വീടിൻ്റെ അവിടെ നിന്ന് അല്പം മുന്നോട്ട് മാറിയുള്ള കുളമാണ്. അവിടെ കുട്ടി ഒറ്റയ്ക്കെത്തി എന്ന കാര്യമൊക്കെ അന്വേഷിക്കണം എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ നഗരസഭാ ചെയർമാൻ പ്രതികരിച്ചത്. പ്രജിത്ത് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രജിത്ത്, കുട്ടിയെ ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ, ഭൗതിക മൃതദേഹം, അത്തരം കാര്യങ്ങളിലേക്കായിരിക്കും അല്ലേ? മറ്റ് ബന്ധുക്കളുടെയോ വീട്ടുകാരുടെയോ ആരുടെയെങ്കിലും പ്രതികരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരെന്തെങ്കിലും പറയുന്നുണ്ടോ? അവരാകെ തകർന്നിരിക്കുകയാണ്. അവർ സംസാരിക്കാനുള്ള ഒരു ഇതിലല്ല അവരിപ്പോൾ ഉള്ളത്. അതുമാത്രമല്ല, അവര് കുട്ടിയെ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വിയോഗ വാർത്ത വന്നത് അവരാകെ തകർന്നു പോയിരിക്കുകയാണ്. ഈ കുട്ടിയെ ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പാലക്കാട് തന്നെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികളും ഉണ്ടാവുക. രഞ്ജിത്ത്, ശരി, വലിയ ദുഃഖകരമായ വാർത്തയാണ്. സുഹാന്റെ മൃതദേഹം കണ്ടെത്തി. വീടിന് സമീപത്തുള്ള കുളത്തിൽ നിന്നാണ് സുഹാന്റെ മൃതദേഹം കണ്ടെത്തിയത്. പ്രജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.